ഹലോ, നമുക്ക് 4 മണിക്ക് ചായക്ക് ഉണ്ടാക്കാൻ പറ്റും ചെറിയൊരു കടിയും 4 മണി പലഹാരം. അതിന് ഞാൻ കുറച്ച് തൈര് എടുത്തു, അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വേപ്പില കുറച്ചിട്ടു. അതിട്ടിട്ട് നമുക്ക് നന്നായി മിക്സ് ആയിട്ട് നമുക്ക് കുഞ്ഞു മക്കൾക്കായാലും വലിയവർക്കായാലും കഴിക്കാൻ പറ്റാവുന്ന അധികം എണ്ണമയം വരില്ല കേട്ടോ. അങ്ങനത്തെ ഒരു നല്ലൊരു പലഹാരം നിങ്ങളത് ഇതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് ഉണ്ടാക്കി നോക്കുക. നല്ല രസമായിട്ട് സംഭവം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മൈദ അരിപ്പൊടിക്കിന് വരണേ. അപ്പോൾ ഞാൻ തൈര് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം അതിൽ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാൻ ഒരു കപ്പ് മൈദയും 1/2 കപ്പ് അരിപ്പൊടി വറുത്തത് ഇട്ടു. അതിലേക്ക് ഞാൻ ഈ സാധനം തൈരിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി കട്ടിയിൽ നമുക്കത് കലക്കിയിടുകാവുന്നതാണ് കേട്ടോ. കട്ടയിലാണ്ട് നല്ല കട്ടിയിൽ നമുക്ക് കലക്കിയിടുക. നമുക്ക് സ്പൂൺ കൊണ്ട് കുഴിയപ്പം കൊരി ഊത്തണ പോലെയുള്ള ആ കട്ടി ഉണ്ടല്ലോ, അതുപോലെ നമുക്കത് നന്നായിട്ട് കലക്കിയിടുക കേട്ടോ. നമുക്കിത് പഴംപൊരിയും സവാള വടയും അങ്ങനെയുള്ള പലഹാരങ്ങളുടെ പോലത്തെ വേറൊരു പലഹാരമാണെന്നുള്ളൂ കേട്ടോ. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കി കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഫുഡായിട്ട് എനിക്ക് തോന്നി. നമ്മളത് ഇങ്ങനെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നമുക്ക് അധികം വെള്ളമാവാൻ പാടില്ല കേട്ടോ. വെള്ളം ദോശമാവ് പോലെ വരാൻ പാടില്ല. അപ്പം അതിൻ്റെ ടേസ്റ്റ് മാറും. നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് കോരി വീത്താളതാണ്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് കോരി വീത്താൻ പറ്റാവുന്ന പാകത്തിൽ കുഴിയപ്പം അതുപോലെ നമ്മൾ വടകളൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവിൻ്റെ ഒരു കട്ടിയില്ല അതേപോലെ ആക്കാൻ പാടുള്ളൂ കേട്ടോ. നന്നായിട്ട് ആക്കിയതിന് ശേഷം അതിലൊരു ചെറിയ സോഡാപ്പൊടി ഇട്ടിട്ട് ഞാൻ അതൊന്ന് മൂടി വെച്ച് 10 മിനിറ്റ് അത് വെച്ചിട്ട് ഞാൻ ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതെടുത്ത് ഞാൻ കോരി വീത്തിയിട്ടാണ്. നല്ലൊരു ഇത് ഭയങ്കര ടേസ്റ്റി കേട്ടോ. എരിവ് വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് 2 ഇടാൻ, ഇതിലൊരു മുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റ് വേറെ ഉണ്ടാവും, നല്ല ചൊടി ഉണ്ടാവും പച്ചമുളക് ഇടുമ്പോൾ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്ക്. അരിപ്പൊടി മൈദയും കൂടി ആകുമ്പോൾ നല്ലൊരു സ്വാദിഷ്ടമായിട്ടുള്ള പലഹാരം കേട്ടോ. നമുക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. മധുരമല്ല താനും എന്ന് വെച്ചാൽ ഇതിൽ നല്ലോണം വെളിച്ചെണ്ണ പഴംപൊരി പോലെയൊന്നും വെളിച്ചെണ്ണ ഉണ്ടാവില്ല കേട്ടോ. ഉള്ളിവട പഴംപൊരിയുടെ പോലെയുള്ള വെളിച്ചെണ്ണയൊന്നും ഇതിൽ കയറില്ല. നന്നായിട്ട് ക്രിസ്പി ആയിട്ടെന്ന് പറയില്ല, നമുക്ക് അതുപോലെ കിട്ടും. അതായത് മുരാ നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഉള്ളു അധികം മൊരിച്ചിലില്ലാണ്ട് വെന്തിട്ട് കിട്ടും ചെയ്യും കേട്ടോ. നല്ലൊരു സ്വാദിഷ്ടമായ പലഹാരമാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാമെന്ന് മാത്രം. കുട്ടികൾ വരുമ്പോഴേക്കും എന്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മമാർ ടെൻഷൻ അടിക്കേണ്ട. ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക് കണ്ട. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിട്ടും. നമുക്ക് നല്ല രസമുണ്ട്. ഞാൻ കഴിച്ചു നോക്കിയത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കിട്ടോ. സൂപ്പറാണ് സാധനം. അപ്പം എല്ലാവർക്കും ബൈ. എൻ്റെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഓക്കേ.